ബഹുമാന്യരെ, ആധുനിക ജീവിത പശ്ചാത്തലത്തിൽ ആരോഗ്യവും ഊർജ്ജസ്വലതയുമുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കുന്നതിന് ഷാവലിംഗ് കുങ്ഫു പരിശീലനം ഇന്ന് ലോകം മുഴുവൻ അംഗീകരിച്ച ആയോധന കലയാണ്. ഷാവലിംഗ് കുങ്ഫു നിങ്ങൾ നിരന്തരമായി പരിശീലിക്കാൻ തയ്യാറായാൽ ശാരീരികവും മാനസികവുമായ യൗവനം നിലനിർത്താൻ സാധിക്കുമെന്ന് ശാസ്ത്രലോകം അംഗീകരിച്ചതാണ്. ഇന്നും ചൈനയിലെ തിബത്തിലെ ജനങ്ങൾ 120-ൽ അധികം വർഷം ആയുസ്സും ആരോഗ്യത്തോടും കൂടി നിലനിൽക്കുന്നതിൻ്റെ രഹസ്യം ഷാവലിംഗ് കുങ്ഫു പരിശീലനം തന്നെയാണെന്ന് സമീപകാല പത്ര റിപ്പോർട്ടുകളിലൂടെ നമ്മൾ അറിഞ്ഞതാണല്ലോ. വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിലെ ഷാവലിൻ ബുദ്ധവിഹാരത്തിൽ ബുദ്ധസന്യാസിമാർ ആവിഷ്കരിച്ചെടുത്ത ഒരു കലയാണ് ഷാവലിംഗ് കുങ്ഫു. വന്യമൃഗങ്ങളുടെ പ്രത്യാക്രമണ രീതി ശാസ്ത്രീയമായി അനുകരിച്ച് ശത്രുക്കളിൽ നിന്നും സംരക്ഷണം നേടുന്നതിനു വേണ്ടി നിരന്തര പരിശീലനത്തിലൂടെ രൂപം കൊണ്ട ഒരു ആയോധന കലയാണ് കുങ്ഫു. പഴയ കാലങ്ങളിൽ ബുദ്ധവിഹാരങ്ങളിൽ മാത്രം പ്രചരിച്ചു കൊണ്ടിരുന്ന കുങ്ഫു 1962-ൽ ഷിഫു ലിയു എന്ന ബുദ്ധ സന്യാസി മലേഷ്യയിൽ വന്ന് പരിശീലിപ്പിക്കാൻ തുടങ്ങിയതിനു ശേഷമാണ് ഷിഫു ലിയുവിൽ നിന്നും ഗ്രാൻഡ് മാസ്റ്റർ ഷിഫു ഈഗിൾ വീരഭദ്രൻ എന്ന മലേഷ്യൻ പരിശീലകൻ ആദ്യ ശിഷ്യത്വം സ്വീകരിച്ചത്. അദ്ദേഹത്തിൽ നിന്നുമാണ് ഷാവലിംഗ് കുങ്ഫു ഷിഫു ഇന്ദ്രജിത്തിലൂടെ ഇന്ത്യയിലെത്തിയത്. ഷാവലിംഗ് കുങ്ഫു സ്വയം സംരക്ഷണത്തിനെന്നതിലുപരി ചികിത്സാ രംഗത്തും ആരോഗ്യ സംരക്ഷണത്തിനും നിരവധി മുറകൾ ഉള്ളതാണ്. ഷാവലിംഗ് കുങ്ഫു ഇന്റർനാഷണലിലൂടെ നമുക്ക് നേടാൻ സാധിക്കുന്ന ട്രെയിനിങ്ങുകളാണ് ഇനി താഴെ വിവരിക്കുന്നത്. തൈച്ചി, തൈച്ചിക്കോങ്, ചിക്കോങ്, അക്യുപങ്ചർ എന്നിവ ഇന്ന് ലോക പ്രസിദ്ധമാണ്. രോഗം വന്നതിനു ശേഷം സുഖപ്പെടുത്തുന്നതിനു പകരം രോഗം വരാതെ ശരീരത്തെ സംരക്ഷിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്നാൽ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വരെ തൈച്ചിക്കോങ്, അക്യുപങ്ചർ എന്നിവയിലൂടെ നല്ലൊരു ശതമാനവും നിയന്ത്രിക്കാം എന്നുള്ളത് നിസ്സംശയം തെളിയിക്കപ്പെട്ടതാണ്. തൈച്ചി ഇന്ന് സിനിമകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും എല്ലാവർക്കും സുപരിചിതമാണല്ലോ. മറ്റുള്ള കായിക കലകളിൽ നിന്നും കുങ്ഫുവിനെ വ്യത്യസ്തമാക്കുന്നത് മറ്റു കലകളിൽ എതിരാളിയുടെ കരുത്തിനെ സ്വന്തം കരുത്തുകൊണ്ട് എതിർക്കുമ്പോൾ തൈച്ചി പരിശീലകൻ എതിരാളിയുടെ ശക്തി കൊണ്ട് തന്നെയാണ് കീഴ്പ്പെടുത്തുന്നത്. അമേരിക്ക, കാനഡ, ചൈന, യൂറോപ്യൻ രാജ്യങ്ങൾ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളെല്ലാം ഇന്ന് തൈച്ചി ഒരു സർവകലാശാല വിഷയം തന്നെയാണ്. ഷാവലിംഗ് കുങ്ഫു ആനിമൽ ടൈലുകളായ ഈഗിൾ, മങ്കി, ടൈഗർ, സ്നേക്ക്, ലെപ്പേർഡ്, മാൻഡിസ്, ബിയർ, ഡ്രങ്കൺ സ്റ്റൈൽ, ഡ്രങ്കൺ മങ്കി എന്നിവയും പ്രത്യേകം പരിശീലിപ്പിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ഷാവലിംഗ് KF എന്ന യൂട്യൂബ് ചാനലിലൂടെ ഇതുവരെ നമ്മൾ കണ്ടതും കേട്ടതും ഷാവലിംഗ് കുങ്ഫു ഇന്റർനാഷണൽ എന്ന ആയോധന കലയെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. ഇന്ത്യക്കാരായിരിക്കുന്ന നമുക്ക് അഭിമാനിക്കാൻ ഒത്തിരി വകയുണ്ട് ഷാവലിംഗ് കുങ്ഫു എന്ന ആയോധന കലയുടെ പിറവിയിൽ. കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബുദ്ധമത പ്രചരണാർത്ഥം ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്ക് വനം പ്രദേശങ്ങളിലൂടെയുള്ള കാൽനടയായിട്ടുള്ള യാത്രക്കിടയിൽ വന്യമൃഗങ്ങളുടെയും കാട്ടുകൊള്ളക്കാരുടെയും ആക്രമണത്തിൽ ഒത്തിരി ആളുകളാണ് ആ സംഘത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയത്. അങ്ങനെ ഒരു നഷ്ടത്തെ എങ്ങനെ അതിജീവിക്കാൻ സാധിക്കും എന്ന ചിന്തയിൽ ബോധിധർമ്മൻ എന്ന ബുദ്ധമത സന്യാസി കാട്ടിലൂടെ തൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം, ധ്യാനത്തിന് ശേഷം മടങ്ങവേ ഒരു പുലി ഒരു മാനിനെ പിടിക്കാൻ നിൽക്കുന്ന രംഗങ്ങളും അതിൻ്റെ ചുവടുകളും അതിൻ്റെ തന്ത്രങ്ങളും അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ആ ചിന്തയിലൂടെയാണ് ഇത്തരം കാര്യങ്ങൾ മനുഷ്യന് ഉപയോഗപ്പെടുത്തിക്കൂടെ എന്ന ചിന്തയിൽ നിന്നാണ് കുങ്ഫുവിലേക്ക് ആദ്യമായിട്ട് അനിമൽ സ്റ്റൈലുകൾ കടന്നു വന്നത് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഇന്ത്യക്കാരായിരിക്കുന്ന നമുക്ക് അഭിമാനിക്കാൻ മറ്റൊരു വകയാണ്. നമ്മുടെ പ്രധാനമായിട്ടും അറിയപ്പെടുന്ന പഴയകാല ആയോധന കലയാണ് കളറി ഫൈറ്റ്. അതായത് ബുദ്ധമത പ്രചരണാർത്ഥം മറ്റു നാടുകളിലേക്ക് സഞ്ചാരത്തിന് പുറപ്പെടുന്നവർ സ്വാഭാവികമായും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വാഹന ഗതാഗത സൗകര്യമില്ലാത്ത ഒരു കാലത്ത് തികഞ്ഞ ആരോഗ്യവാന്മാരായ കായികക്ഷമതയുള്ള അഭ്യാസികളായിരിക്കുന്ന ആളുകളെയാണ് പറഞ്ഞയച്ചത്. ചുരുക്കി പറഞ്ഞാൽ നല്ല കളറി അഭ്യാസ പരിശീലന മുറകൾ കൈവരിച്ചവരായിരുന്നു ആ യാത്രയിൽ ആ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നത് എന്നും കൂടെ മനസ്സിലാക്കുക. അതായത് കളറി ഫൈറ്റിലൂടെയാണ് കുങ്ഫു എന്ന ആയോധന കലയുടെ തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
മുൻകാലങ്ങളിൽ ആയോധന കലകൾ യുദ്ധമുറകളായിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്നു എങ്കിൽ ഇന്ന് ആയോധന കലകൾ കൂടുതലും ഉപയോഗപ്പെടുത്തുന്നത് മനുഷ്യ സാഹചര്യമായ അസുഖങ്ങളിൽ നിന്നും മനുഷ്യൻ്റെ ബുദ്ധിവികാസങ്ങൾക്കും കായിക ക്ഷമതക്കും ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ്. കാര്യം തികഞ്ഞ ശാസ്ത്രീയമായ ധാരാളം വ്യായാമങ്ങളാണ് കുംഫുവിലൂടെയും അതുപോലെ തന്നെ മറ്റു പല ആയോധന കലകളിലൂടെയും നമ്മുടെ വിദ്യാർത്ഥി സമൂഹം നേടിക്കൊണ്ടിരിക്കുന്നത്. വർത്തമാനകാല സാഹചര്യത്തിൽ ഒത്തിരി വിദ്യാർത്ഥികളാണ് ഇങ്ങനെയുള്ള ആയോധന കല മേഖലയിലേക്ക് കടന്നു വരുന്നത്. അവനവൻ്റെ കുട്ടികളെ ഇതുപോലെയുള്ള ആയോധന കല പരിശീലിപ്പിക്കേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവിലേക്ക് രക്ഷിതാക്കൾ മാറുന്നതിൽ ജീവിതശൈലി രോഗങ്ങളെ അതിജീവിക്കാൻ വ്യായാമം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഭക്ഷണത്തെപ്പോലെ പ്രധാനമാണ് വ്യായാമം എന്ന തിരിച്ചറിവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആയോധനകലാ ക്ലാസ്സുകളിലേക്ക് ധാരാളമായിട്ട് കുട്ടികളാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു കല മക്കൾക്ക് പകർന്നു നൽകാൻ പഠിക്കാനുള്ള അവസരം ഒരുക്കുന്നത് ആ മക്കളോട് ചെയ്യുന്ന നീതിയുടെ ഭാഗമായിരിക്കും എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. കല ഏതായാലും അവയെല്ലാം പവിത്രമാണ് എന്ന ഒരു കാഴ്ചപ്പാടും കൂടി നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഇത് കുംഫുവിനാണ് പരിചയപ്പെടുത്തിയതെങ്കിലും മറ്റുള്ള കലകളെല്ലാം മോശമാണ് എന്നൊരഭിപ്രായമില്ല. ഓരോ കലക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. പൊതുവേ ആയോധന കലകളെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഒത്തിരി ആളുകൾ അതിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. ഇവിടെ നെഗറ്റീവായിട്ട് നമ്മളതിനെ ചിന്തിക്കേണ്ടതില്ല. ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും നല്ല മാർഗമായിട്ട് നമുക്ക് വ്യായാമത്തെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പാരമ്പര്യമായിട്ട് കൈമാറി വന്ന കലകൾ ഇന്ന് ആധുനിക ലോകത്തേക്ക് വരുമ്പോൾ ഒത്തിരി ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ട് തന്നെയാണ് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ആയോധന കലകൾ നമ്മുടെ കുട്ടികളിലേക്ക് എത്തിച്ചേരുന്നത് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് സ്കൂളുകളിൽ പോലും ഇന്ന് ആയോധന കലകൾ പരിശീലിക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഷാവോലിൻ കുംഫു പരിശീലിക്കാനുള്ള സൗകര്യം ഇന്ന് ധാരാളമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് നല്ല ഭക്ഷണം നൽകുന്ന പോലെ, നല്ല വിദ്യാഭ്യാസം നൽകുന്ന പോലെ, നല്ല വസ്ത്രങ്ങൾ അണിയിക്കുന്നത് പോലെ ഇതെല്ലാം അണിയണമെങ്കിൽ, ഇതെല്ലാം കഴിക്കണമെങ്കിൽ, ഇതെല്ലാം നേടണമെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ആരോഗ്യം നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയുള്ളവരായിരിക്കണം എന്നാണ് കാലഘട്ടം നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്. വ്യായാമം ചെയ്യാൻ നമുക്ക് മുമ്പിൽ ഒത്തിരി അവസരങ്ങളുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആയോധന കലകൾ അതിന് വ്യത്യസ്തമാകുന്നത് അതിനെ നിയന്ത്രിക്കുന്ന കറക്റ്റായിട്ടിരിക്കുന്ന ഒരു അപ്ഡേഷൻ, ഒരു സിലബസ് പ്രകാരമുള്ള കറക്റ്റായിട്ടുള്ള കോച്ചിങ് ആണ് കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായ ശാസ്ത്രീയ രീതി ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിശീലന മുറകളാണ് ഇൻ്റർനാഷണൽ ലെവൽ പ്രവർത്തിക്കുന്ന ആയോധന കലകളിലൂടെ കുട്ടികൾക്ക് കൈമാറിപ്പോരുന്നത്. എന്തായാലും പ്രിയമുള്ളവരെ, ഇതോടുകൂടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങളും നിങ്ങളുടെ പ്രതികരണങ്ങളും അറിയിക്കാൻ മറന്നു പോകരുത്. കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിച്ചേരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇത്തരം വാർത്തകൾ തുടർന്നും കാണാൻ ആഗ്രഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.